ഞാൻ കായംകുളത്ത് ഒരു പ്രാവശ്യം ഈ കിഡ്നിയും കരളൊക്കെ കൊടുത്ത ആൾക്കാരെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷന് പോയി. പലരെയും ഞാനിങ്ങനെ ആദരിച്ചപ്പോൾ ഒരാൾ വന്നപ്പോൾ ആർക്കാ കൊടുത്തല്ലോ കിട്ടിയതാ. എന്ത് കിട്ടി? കിഡ്നിയാണോ? കിഡ്നി അല്ലച്ചോ, ലിവറാണ് എനിക്ക് കിട്ടിയത്. ആരാ തന്നെ? എന്റെ മോനാണച്ചോ. ഞാൻ 2 വാക്ക് പറഞ്ഞോളാൻ പറഞ്ഞു. ആള് വന്നിട്ട് പറഞ്ഞെന്തറിയാം മൈക്കില്, ഞാൻ ഈ കായംകുളത്തെ ഡിസ്ട്രിക്ട് ജഡ്ജാണ്. അയാളുടെയും കിഡ്നി പോകുന്നത്, അല്ലാണ്ട് ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ കിഡ്നി പോകാൻ പാടില്ല. എന്താ പോയാലും എന്താ? ഡോക്ടർ പറഞ്ഞു ലിവർ നിങ്ങളുടെ മാറ്റി വെക്കാണ്ട് രക്ഷയില്ല. അയാളുടെ ഭാര്യ പറഞ്ഞു ഞാൻ തരാം. ഡോക്ടർ പരിശോധിച്ചു, നിങ്ങളുടെ ഫാറ്റി ലിവറാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡോക്ടർ എനിക്ക് കുറച്ച് നാൾ കൂടി ജീവിക്കണം. സഹനങ്ങളുടെ നടുവില് നമ്മൾ വിളിച്ചു പറയും. ഇപ്പോഴൊന്നല്ല, നമുക്കിപ്പോ രോഗങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത കാലത്താണെന്ന് തോന്നില്ല. ഇത് പറഞ്ഞു നിൽക്കുമ്പോ അയാളുടെ മോനോട് നിൽക്കുന്നുണ്ട്. അപ്പന് ഞാൻ ലിവർ തരും. 22 വയസ്സുള്ള മകൻ, കല്യാണം കഴിച്ചിട്ടില്ല. അവൻ 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയക്ക് തയ്യാറാണ്. എന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് മുറിച്ച് എന്റെ അപ്പന് തരാം. സ്നേഹം സഹനമാണ് പ്രിയമുള്ളവരെ. വെറുതെ വർത്താനല്ല അച്ഛൻ നിങ്ങളോട് പറയുന്നത്. അപ്പോ വന്നിട്ട് ആ അപ്പച്ചൻ പറയണം, എന്റെ മോൻ അങ്ങനെ പറഞ്ഞപ്പച്ച എനിക്ക് മരിച്ചാ മതി എന്നാ തോന്നിയത്. അതെന്താ അങ്ങനെ തോന്നണേ? തന്തയ്ക്കും തള്ളയ്ക്കും കഞ്ഞിവെള്ളം പോലും കൊടുക്കാത്ത കാലത്ത്, ഗ്യാസ് കുറ്റി എടുത്തിട്ട് അമ്മേരെ തലക്കടിച്ചു കൊല്ലുന്ന കാലത്ത്, സ്വത്തിന്റെ തർക്കത്തിന്റെ പേരിൽ അപ്പനമ്മയ്ക്കും വിഷം കലക്കി കൊടുക്കുന്ന കാലത്ത്, എന്റെ മകൻ ഇങ്ങനൊരു മകനെ ദൈവം എനിക്ക് തന്നില്ലേ? സഹനങ്ങളുടെ നടുവിലെ ആ മനുഷ്യൻ വേദന ചൂളയിൽ നിൽക്കുമ്പോ ആ മകന്റെ വാക്കുകൾക്ക് അതാണ് സ്നേഹം, സഹനമാണ്. ആ സ്നേഹത്തിന് ആർക്ക് വിലയിടാൻ പറ്റും? അങ്ങനെ ആ മകന്റെ ലിവറാണ് അച്ഛൻ എന്റെ ശരീരത്തിലിരിക്കണത്. ഞാൻ കണ്ണു തുറന്നപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ചോദിച്ചു, മോനവിടെ? നേഴ്സുമാർ വെയിറ്റ് ചെയ്യും, 2 ദിവസം കഴിഞ്ഞിട്ട് വരും. 2 ദിവസം കഴിഞ്ഞപ്പോ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ഇവിടെ മുണ്ടൊക്കെ കയറ്റി ഇവിടെ കെട്ടിയിട്ട്, പെണ്ണുങ്ങളൊക്കെ കെട്ടിയിട്ട് രാജ്യസദസ്സിലൊക്കെ വരാൻ കണ്ടിട്ടില്ല, മറ്റേ മുണ്ട് ഇവിടെ കെട്ടിയിട്ട് അവൻ വന്നിരിക്കുക. കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്താ? യൂറിന്റെ ബാഗ്. അവൻ വന്നപ്പോ നോക്കണ്. അപ്പോ അപ്പം കരയുമ്പോ, എന്തിനപ്പം കരയണേ? പ്രിയമുള്ളവരെ, കുരിശിൽ കിടക്കുന്ന കർത്താവ് ബാഗ് പിടിച്ച് വന്ന ആ മകനുണ്ടല്ലോ, മകനാ നിനക്ക് വേണ്ടി